റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്? നമ്മുടെ പഞ്ചസാര തീർന്നു. എനിക്കൊരു ഉപകാരം ചെയ്യാൻ നിനക്ക് കഴിയോ? ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാണ്. അവളെ കാണാൻ എങ്ങനെയുണ്ട്? നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ നമ്മുടെ സംസാരത്തിൽ എപ്പോഴും ഉപയോഗിക്കാറുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട് എങ്ങനെ ചോദിക്കാം? അതൊന്ന് പറഞ്ഞു നോക്കിയേ. ഹൗ ഫാർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ? എങ്ങനെയാണ്? ഹൗ ഫാർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ? റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ എന്ന് പറഞ്ഞാലേ എത്ര ദൂരം എന്നാണ് അർത്ഥം. ഇനി അടുത്ത സെൻറ്റൻസ്, തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്ര ദൂരമുണ്ട് എങ്ങനെ പറയാം? ഹൗ ഫാർ ഈസ് കാലിക്കറ്റ് ഫ്രം തൃശ്ശൂർ? എങ്ങനെയാണ്? ഹൗ ഫാർ ഈസ് കാലിക്കറ്റ് ഫ്രം തൃശ്ശൂർ? തൃശ്ശൂരിൽ നിന്നും കാലിക്കറ്റിലേക്ക് എത്ര ദൂരമുണ്ട്? ഇനി അടുത്ത സെൻറ്റൻസ്, നമ്മുടെ പഞ്ചസാര തീർന്നു. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, നമ്മുടെ അരി തീർന്നു, നമ്മുടെ വാഷിംഗ് പൗഡർ തീർന്നു എന്നൊക്കെ പറയുമല്ലോ. അതെങ്ങനെയാണ്? നമ്മുടെ പഞ്ചസാര തീർന്നു എങ്ങനെ പറയാം? വി ആർ ഔട്ട് ഓഫ് ഷുഗർ. എങ്ങനെയാണ്? വി ആർ ഔട്ട് ഓഫ് ഷുഗർ. നമ്മുടെ പഞ്ചസാര തീർന്നു. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. എനിക്കൊരു ഉപകാരം ചെയ്യാൻ നിനക്ക് കഴിയോ എങ്ങനെ ചോദിക്കാം? ക്യാൻ യു ഡു മീ എ ഫേവർ? എങ്ങനെയാണ്? ക്യാൻ യു ഡു മീ എ ഫേവർ? എനിക്കൊരു ഉപകാരം ചെയ്യാൻ നിനക്ക് കഴിയോ? ക്യാൻ യു ഡു എന്ന് പറഞ്ഞാലേ നിനക്ക് ചെയ്യാൻ കഴിയോ. മീ എന്ന് പറഞ്ഞാൽ എനിക്ക്. എ ഫേവർ, ഫേവർ എന്ന് പറഞ്ഞാൽ ഉപകാരം അല്ലെങ്കിൽ സഹായം എന്നൊക്കെയാണ് അർത്ഥം. ക്യാൻ യു ഡു മീ എ ഫേവർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉപകാരം ചെയ്യാൻ നിനക്ക് കഴിയോ. ഇനി അടുത്തത്, ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുകയാണ് എങ്ങനെ പറയാം? ഐ റൺ മൈ ഓൺ ബിസിനസ്. എങ്ങനെയാണ്? ഐ റൺ മൈ ഓൺ ബിസിനസ്. ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് നടത്തുകയാണ്. റൺ എന്ന വാക്കിന് നമുക്കറിയാം സാധാരണ ഓടുക എന്ന അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ റൺ എന്ന വാക്കിന് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുക എന്ന അർത്ഥമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, അതെങ്ങനെ പോകുന്നു, ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമല്ലോ. അതെങ്ങനെയാണ്? ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? എങ്ങനെയാണ്? ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? ബിസിനസ് എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ പോകുന്നു എന്നാണ് അർത്ഥം. ഹൗ ഈസ് ഇറ്റ് ഗോയിങ്. ഇനി അടുത്തത്, അവളെ കാണാൻ എങ്ങനെയുണ്ട് എങ്ങനെ ചോദിക്കാം? വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക്? എങ്ങനെയാണ്? വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക്? അവളെ കാണാൻ എങ്ങനെയുണ്ട്. മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രയാസമുള്ളൊരു കാര്യം നമ്മൾ അറിയുമ്പോൾ, അയാൾ നമ്മോട് പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, അത് കേട്ടതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതെങ്ങനെ പറയാം? ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. എങ്ങനെയാണ്? ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. ഐ ആം സോറി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ടു ഹിയർ ദാറ്റ്, അത് കേട്ടതിൽ. ഉദാഹരണത്തിന് നമ്മുടെ സുഹൃത്തിന് അവൻ്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് കരുതാം. അപ്പോൾ അവന് നമ്മോട് പറയണേ, എടാ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ പറയല്ലോ, ഓ അത് കേട്ടതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതെങ്ങനെയാണ് പറയുക? ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. അത് കേട്ടതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ 6 മണിക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എങ്ങനെ പറയാം? അതായത് ഒരാളടുത്ത് വണ്ടി ഉണ്ട്, അപ്പോൾ അയാൾ മറ്റൊരാളോട് പറയണേ, ഞാൻ 6 മണിക്ക് വണ്ടിയിട്ട് വന്നത് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എങ്ങനെ പറയാം? ഐ വിൽ പിക്ക് യു അപ്പ് അറ്റ് 6 o'clock. എങ്ങനെയാണ്? ഐ വിൽ പിക്ക് യു അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഇനി അടുത്ത സെൻറ്റൻസ്, നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് എങ്ങനെ ചോദിക്കാം? ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഹിയർ? എങ്ങനെയാണ്? ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഹിയർ? നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര കാലം അല്ലെങ്കിൽ എത്ര നേരം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഹൗ ലോങ്ങിന് എത്ര കാലം എന്നാണ് അർത്ഥം. നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഹൗ ഫാർ എന്ന് പഠിച്ചല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? എത്ര ദൂരം. അപ്പോൾ ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നേരം അല്ലെങ്കിൽ എത്ര കാലം എന്നൊക്കെയാണ് അർത്ഥം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. നിങ്ങൾ അതിനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കാം. 1, നമ്മുടെ വീട്ടിൽ നിന്നും എത്ര ദൂരെയാണ് അവൻ്റെ സ്കൂൾ? 2, നമ്മുടെ പാല് തീർന്നോ? 3, നിനക്ക് ഉപകാരം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 4, നീ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണോ? 5, നിന്റെ ഇംഗ്ലീഷ് പഠനം എങ്ങനെ പോകുന്നു? 6, അവരെ കാണാൻ എങ്ങനെയുണ്ട്? 7, അത് കേട്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 8, നിനക്ക് എന്നെ എപ്പോൾ കൂട്ടിക്കൊണ്ട് പോവാൻ പറ്റും? 9, നിന്റെ സഹോദരൻ എത്ര നാളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്? 10, നീ രാവിലെ മുതൽ TV കാണുകയാണോ?
ഈ സെന്റൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഇതിന്റെ ശരിയായ സെന്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.